നമസ്കാരം കൂട്ടുകാരെ, ഞാൻ പീറ്റർ ചൂളർ. 15/7/2026 ബുധനാഴ്ച വൈകിട്ട് സ്വർണ്ണവിലയും റബ്ബർ വിലയും. സ്വർണ്ണവില ഇന്നലെ കുറഞ്ഞിട്ട് ഇന്ന് വീണ്ടും കൂടിയിരിക്കുകയാണ്. ഒരു ഗ്രാമിൻ്റെ മുകളിൽ 70 രൂപ, ഒരു പവൻ്റെ മുകളിൽ 560 രൂപയാണ് കൂടിയത്. $US സൂചിക കൂപ്പുകുത്തിയതോടെ സ്വർണ്ണവിലയിൽ കുതിപ്പിന് വഴിവെച്ചത്. ലോകത്തെ ഏറ്റവും വലിയ സമ്പദ്ശക്തിയായ US-ൽ കഴിഞ്ഞ മാസത്തെ പണപ്പെരുപ്പം കുറഞ്ഞത് വിപണിയെ അമ്പരപ്പിച്ചിട്ടുണ്ട്. ജനങ്ങൾ നിത്യേന കടകളിൽ പോയി വാങ്ങുന്ന സാധനങ്ങളുടെ ചില്ലറ വിലക്കയറ്റ തോത് കുറഞ്ഞതിനാൽ അമേരിക്കയിൽ അടിസ്ഥാന പലിശ നിരക്ക് കൂടാനുള്ള സാധ്യതയും മങ്ങി. സ്വർണം വാങ്ങുന്നവർക്ക് ഇതൊരു വലിയ ആശങ്കയാണ് ഈ നിരക്ക് കൂടിയത്. ഇന്നത്തെ സ്വർണ്ണവില വിശദമായി നോക്കുമ്പോൾ 1 ഗ്രാം 22 ക്യാരറ്റ് 13,160, ഒരു പവൻ 1,05,280. അതുപോലെ 24 ക്യാരറ്റ് 14,357, ഒരു പവൻ 1,14,856. അതുപോലെ 18 ക്യാരറ്റ് 10,767, ഒരു പവൻ 86,136. ഇന്നത്തെ വെള്ളിയുടെ വില നോക്കുമ്പോൾ 1 ഗ്രാം വെള്ളിക്ക് 235 രൂപയാണ് ഇപ്പോൾ വിപണിയിൽ വില. 10 ഗ്രാം വെള്ളിക്ക് 2,350 രൂപയാണ് വില നിലവാരം. സ്വർണ്ണത്തോടൊപ്പം വ്യാപാര വിലയിൽ ദിനംപ്രതി വെള്ളിക്ക് ആവശ്യക്കാർ ഏറെയാണ്. വിവാഹ സീസണുകളിൽ വെള്ളിക്ക് ഡിമാൻഡ് കൂടുതലാണ് ഇപ്പോൾ. ഇന്നത്തെ റബ്ബർ വില നോക്കുമ്പോൾ റബ്ബർ വില കോട്ടയം RSS-4 കിലോ 280, RSS-5 കിലോ 276, ISN 20 241, ലാറ്റക്സ് 60% 182 രൂപ 80 പൈസ. ഇതാണ് വൈകിട്ടത്തെ കോട്ടയം വില. കൊച്ചി വില നോക്കുമ്പോൾ RSS-4 കിലോ 280, RSS-5 കിലോ 276. അഗർത്തല വില നോക്കുമ്പോൾ RSS-4 272, RSS-5 കിലോ 269. ഇന്ന് രാവിലെയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ RSS-4ഉം 5ഉം ISN-നും ലാറ്റക്സിനും എല്ലാം വില കൂടിയിരിക്കുകയാണ്. റബ്ബർ വിലയിൽ എന്തെല്ലാം ദുരന്ത ന്യൂസുകളാണ് നമ്മൾ ദിവസവും കേൾക്കുന്നത്. മിച്ചർ കഴിക്കുന്നതിനിടെ 3 വയസ്സുകാരന് ദാരുണാന്ത്യം. മലപ്പുറത്ത് കൊണ്ടോട്ടിയിൽ മുനീറിൻ്റെ മകൻ മുഹമ്മദ് റിയാസ് 3 വയസ്സുകാരനാണ് ദാരുണമായി മരണമടഞ്ഞത്. വീട്ടിൽ വെച്ച് മിച്ചർ കഴിക്കുന്നതിനിടെ കടല അബദ്ധത്തിൽ ശ്വാസനാളിയിൽ കുടുങ്ങിയായിരുന്നു. ഇതോടൊപ്പം കുട്ടി കടുത്ത ശ്വാസതടസ്സം അനുഭവപ്പെടുകയും പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും അപ്പോഴേക്ക് മരണം സംഭവിച്ചിരുന്നു. ഖബറടക്കം കുന്നുംപുറം ജുമാ മസ്ജിദിൽ നടക്കുകയും ചെയ്തു. എന്തായാലും വളരെ ദയനീയമായി പോയി. മാതാപിതാക്കളെ അവരെ ദൈവം ആശ്വസിപ്പിക്കട്ടെ എന്ന് നമുക്ക് സമാധാനിക്കുകയും ചെയ്യാം. ഇതോടുകൂടി ഈ വീഡിയോയുടെ പൂർണ്ണമാകുന്നു. ഇത്രയും സമയം ക്ഷമയോടെ കേട്ടിരുന്നു വളരെയധികം നന്ദി. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്കും ഒപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. കാണാം അടുത്ത വീഡിയോയിലൂടെ.